യാത്ര പകുതിയിൽ വഴിമാറിയ ഒരു വിസ്മയയാത്ര, അതാണ് മിഡ് ജേണി. ഈ യാത്രയുടെ അമരക്കാരൻ ഡേവിഡ് ഹോൾസ് ഒരു സാധാരണക്കാരിൽ നിന്ന് മനുഷ്യഭാവനയുടെ അതിരുകളെ വെല്ലുവിളിച്ച ഒരു ദീർഘദർശനിലേക്ക് വളർന്ന കഥ. ജൂലൈ 12 ലോകത്തിൻ്റെ മുന്നിൽ വാതിൽ തുറന്ന ഈ സാങ്കേതികവിദ്യ ഡിജിറ്റൽ ആർട്ടിൻ്റെ ചരിത്രത്തെ തന്നെ പുനർനിർവചിച്ചു. നാസയിലെയും മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും ഗവേഷകന്റെ അനുഭവ സമ്പത്ത് മിഡ് ജേണിയുടെ വളർച്ചയ്ക്ക് ശക്തമായ അടിത്തറയായി. ഹോൾസിന്റെ കഥ കേവലം ഒരു വിജയഗാഥ മാത്രമല്ല, മറിച്ച് സാങ്കേതികവിദ്യയോടും കമ്പ്യൂട്ടർ ഗെയിമിനോടുമുള്ള അടങ്ങാത്ത അഭിനിവേശത്തിൻ്റെയും പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റിയ ഒരു സംരംഭകന്റെയും പ്രചോദനാത്മകമായ കഥയാണ്. ഡോക്ടറേറ്റ് പഠനം പൂർത്തിയാക്കാതെ സംരംഭകത്വത്തിലേക്ക് തിരിഞ്ഞ ഹോൾസ് 2010 ലീപ് മോഷൻ എന്ന ജസ്റ്റർ കൺട്രോൾ സാങ്കേതികവിദ്യയ്ക്ക് രൂപം നൽകി. ആ സംരംഭയാത്ര പൂർണ്ണ വിജയം കണ്ടില്ല. എങ്കിലും ആ യാത്രയുടെ പാതി വഴിയിൽ ലഭിച്ച അനുഭവങ്ങളാണ് മിഡ് ജേണിയിലേക്ക് വെളിച്ചം നൽകിയത്. വലിയ സാമ്പത്തിക പിന്തുണയില്ലാതെ സ്വന്തം നിക്ഷേപത്തിൽ നിന്ന് 2021 സെപ്റ്റംബറിൽ മിഡ് ജേണിയുടെ ആദ്യത്തെ സ്വകാര്യ ഡെമോ അദ്ദേഹം പുറത്തിറക്കി. ഇനി മിഡ് ജേണി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ഇവിടെയാണ് നമുക്ക് ഇൻപുട്ടുകൾ വരുന്നത്. നിങ്ങൾ നൽകുന്ന ഓരോ വാക്കും ഓരോ വിവരണവും മിഡ് ജേണിക്ക് ഒരു വിത്താണ്. ആ വിത്തിനെ അത് അതിമനോഹരമായ ചിത്രങ്ങളാക്കി മാറ്റുന്നു. തുടക്കത്തിൽ ഡിസ്കോഡ് എന്ന പ്ലാറ്റ്ഫോമിലൂടെയായിരുന്നു ഇത് ലഭ്യമായിരുന്നതെങ്കിലും 2024 ഓഗസ്റ്റിൽ മിഡ് ജേണി സ്വന്തമായ ഒരു വെബ് ഇൻ്റർഫേസ് പുറത്തിറക്കി. ഇതോടുകൂടി ലോകത്തെമ്പാടുമുള്ള കലാകാരന്മാർക്കും ഭാവനയെ സ്നേഹിക്കുന്നവർക്കും ഇത് കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമായി. ഈ മാന്ത്രികതയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ലാർജ് ലാംഗ്വേജ് മോഡലുകളും ഡിഫ്യൂഷൻ മോഡലുകളുമാണ്. ലളിതമായി പറഞ്ഞാൽ LLM ഒരു എഴുത്തുകാരനെ പോലെയാണ്. നിങ്ങളുടെ ഇൻപുട്ടുകൾ, അതായത് നിങ്ങൾ നൽകുന്ന വാക്കുകൾ, അതിനെ മനോഹരമായ ഭാഷയിലേക്ക് മാറ്റുന്നു. കഥകളും കവിതകളും ലേഖനങ്ങളുമെല്ലാം ഈ എഴുത്തുകാരൻ്റെ സൃഷ്ടിയാണ്. അടുത്തത് ഡിഫ്യൂഷൻ മോഡലുകളാണ്. ഇവ ഒരു ചിത്രകാരനെ പോലെ പ്രവർത്തിക്കുന്നു. LLM നൽകിയ എഴുത്തിനെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ ഭാവനയിലുള്ള ചിത്രം അതേപടി പകർത്തിത്തരാൻ ഈ ചിത്രകാരന് കഴിയും. ഓണത്തിന് പായസം കുടിക്കുന്ന ഒരു റോബോട്ട് എന്ന് നിങ്ങൾ ഒരു ഇൻപുട്ട് നൽകിയാൽ, മുൻ പരിചയമില്ലെങ്കിൽ പോലും ആ വാക്കുകളുടെ ആശയം ഗ്രഹിച്ച് റോബോട്ടിനെയും പായസത്തെയും ഓണത്തെയും ഒക്കെ ചേർത്ത് ഒരു ചിത്രം സൃഷ്ടിക്കാൻ ഡിഫ്യൂഷൻ മോഡലിന് സാധിക്കും. ആദ്യം ഒരു വെളുത്ത ക്യാൻവാസിൽ കുറേ നോയ്സ് ഉണ്ടാക്കുകയും പിന്നീട് നിങ്ങളുടെ ഇൻപുട്ടിനനുസരിച്ച് ആ നോയ്സിനെ ക്രമേണ മനോഹരമായ ഒരു ചിത്രമാക്കി മാറ്റുകയും ചെയ്യുന്നു. മിഡ് ജേണി വെറുമൊരു ഉപകരണം മാത്രമല്ല, അതൊരു ചിന്തയാണ്. നമ്മുടെ ഭാവനയെ കൂടുതൽ ശക്തമാക്കാനുള്ള ഒരു താക്കോൽ. ലളിതമായ വാക്കുകളിലൂടെ സങ്കീർണവും മനോഹരവുമായ ചിത്രങ്ങൾ സൃഷ്ടിക്കാൻ ഇതിന് കഴിയും. വാട്ടർ കളർ, ഗ്രഫിറ്റി, 3D മോഡലുകൾ എന്നിങ്ങനെ ഏത് ശൈലിയുള്ള ചിത്രവും മിഡ് ജേണിക്ക് നിർമ്മിക്കാനാവും. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ സാങ്കേതികവിദ്യ കലയെയും കലാകാരന്മാരെയും എങ്ങനെ സ്വാധീനിക്കുമെന്ന്. ഒരു മനുഷ്യൻ്റെ ശേഷിയിലൂടെയും അവൻ്റെ അനുഭവങ്ങളിലൂടെയും ഉണ്ടാകുന്ന കലയും ഒരു AI സഹായത്തോടെ നിർമ്മിക്കുന്ന ചിത്രവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? മിഡ് ജേണി പോലുള്ള സാങ്കേതിക വിദ്യകൾ നമ്മുടെ ഭാവനയെ ഉത്തേജിപ്പിക്കുകയും പുതിയ സാധ്യതകൾ തുറന്നു തരികയും ചെയ്യുമ്പോൾ തന്നെ കലയുടെ ആത്മാവ് എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നതാണ് ചോദ്യം. ഡേവിഡ് ഹോൾസിന്റെ കാഴ്ചപ്പാടിൽ മിഡ് ജേണി മനുഷ്യന്റെ ഭാവനയെ കൂടുതൽ ശക്തമാക്കാനുള്ള ഒരു സഹായിയാണ്. മനസ്സിലുള്ള ആശയങ്ങളെ എളുപ്പത്തിൽ ദൃശ്യരൂപത്തിലേക്ക് കൊണ്ടുവരാൻ ഇത് ഏവരെയും സഹായിക്കുന്നു. പരിമിതികൾ ഉണ്ടായിരുന്നവർക്ക് പോലും മിഡ് ജേണി പുതിയ ഒരു ലോകമാണ് തുറന്നു കൊടുക്കുന്നത്. ഒരുപക്ഷെ ഭാവിയിൽ കലയുടെ നിർവചനം തന്നെ മാറിയേക്കാം. മനുഷ്യന്റെ ആശയങ്ങളും AI-യുടെ കഴിവും ഒന്നിക്കുമ്പോൾ ഒരു പുതിയ കലാലോകം തന്നെ രൂപം കൊണ്ടേക്കാം. മിഡ് ജേണി വെറും ഒരു സാങ്കേതിക വിദ്യയല്ല,
അതൊരു യാത്രയാണ്. മിഥ്യയും യാഥാർത്ഥ്യവും തമ്മിലുള്ള അതിർവരമ്പുകളെ ചോദ്യം ചെയ്യുന്ന സർഗാത്മകതയുടെ പുതിയ മാനങ്ങൾ തേടുന്ന ഒരു യാത്ര. ഈ യാത്രയിൽ നമ്മുടെ ഭാവനയും യന്ത്രത്തിൻ്റെ കഴിവും എങ്ങനെ ഒത്തുചേരുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. ഒരു പക്ഷേ ഈ ഡിജിറ്റൽ ലോകത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ശക്തി നമ്മുടെ ഭാവന തന്നെയായിരിക്കും. അതിനെ പരിപോഷിപ്പിക്കാൻ സഹായിക്കുന്ന ഏതു സാങ്കേതിക വിദ്യയും വിലപ്പെട്ടതാണ്. ഈ യാത്രയിൽ നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മുടെ ഭാവനയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കാൻ ഒരു ക്രിയേറ്റർ, ഒരു വിശ്വസ്ത സഹായി എപ്പോഴും കൂടെയുണ്ടാകും. മിഡ്ജേണി. അപ്പോൾ കാലം AI.